ഹായ്, ഞാൻ സെയ്ദ് CJ. ഈ വീഡിയോയിലൂടെ നമ്മളൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. പല ആൾക്കാരും എന്നോട് പേഴ്സണലിയും അതുപോലെ തന്നെ നമ്മളെ ചാനലിലൊക്കെ പലപ്പോഴും എന്നോട് പറയുന്നതാണ്, സാർ അക്കൗണ്ട്സിൻ്റെ ബേസ് തൊട്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരെ നല്ല പോലെ സാർ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുമോ എന്നുള്ളത് പല ഓൺട്രപ്രണേഴ്സും ബിസിനസ്സുകാരുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും പല പ്രൊഫഷണൽസും പല സ്റ്റുഡൻസും എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ബേസിൽ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഈ വീഡിയോയിലൂടെ. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അഥവാ അതിൻ്റെ പ്രൈമറി റെക്കോർഡിംഗ് തൊട്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റ് വരെ എങ്ങനെ കൃത്യമായിട്ടും പ്രിപ്പയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം, ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി ബിസിനസ്സിന് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സീരീസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഫോളോ ചെയ്താൽ സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലെ അക്കൗണ്ട്സ് വർക്കിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടാണ് നമ്മൾ ഈ സീരീസ് തൊട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഇതിൻ്റെ അടുത്ത പാർട്ടുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ല പോലെ ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും എന്താണ് ഒരു ബിസിനസ്സിലെ അക്കൗണ്ട്സ് എന്നുള്ളത് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ അക്കൗണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഫീൽ വരികയും ചെയ്യും. ആ തരത്തിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിക്കാൻ തക്ക പാകത്തിലുള്ളൊരു സീരീസാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ബിസിനസ്സുകളെ തരംതിരിക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിങ് ബിസിനസ്, സർവീസ് ബിസിനസ് പോലത്തെ പലതരത്തിലുള്ള ബിസിനസ്സുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അതേ ഗുഡ്സ് തന്നെ വിൽക്കുന്ന ബിസിനസ്സാണ്. ഒരു മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അത് ഗുഡ്സ് ആക്കിയിട്ട് ആ ഗുഡ്സിനെ പ്രൊഡക്റ്റ് ആക്കി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നാളെ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ്. ഒരു സർവീസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സാണ്. അങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഓരോ തരത്തിലുള്ള ബിസിനസ്സിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പല രീതിയിലാണ്. ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒരു സർവീസ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം പ്രിപ്പയർ ചെയ്യണത് ഡേ ബുക്ക് ആയിരിക്കും, പിന്നെ ലെഡ്ജർ ആയിരിക്കും, ദെൻ ട്രയൽ ബാലൻസ് ആയിരിക്കും, ട്രേഡിംഗ് അക്കൗണ്ട് ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും, ഫൈനലി ബാലൻസ് ഷീറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഡേ ബുക്ക് എന്നാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ആക്ച്വലി ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഓരോ ദിവസവും ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ധാരാളം സെയിൽസ് ഉണ്ടായിരിക്കും, ബിസിനസ്സിലെ ഗുഡ്സ് ധാരാളം പർച്ചേസ് ചെയ്യും. പലപ്പോഴും മന്ത് എൻഡ് ഒക്കെ ആണെങ്കിൽ ധാരാളം മറ്റ് എക്സ്പെൻസുകൾ ആ ബിസിനസ്സിൽ വരുന്നുണ്ടാവും. സാലറി കൊടുക്കുന്നുണ്ടാവും, റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, ടെലിഫോൺ ബില്ല് കൊടുക്കുന്നുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ധാരാളം എക്സ്പെൻസുകൾ ആ ബിസിനസ്സിലുണ്ടായിരിക്കും. അതുപോലെ പലതരത്തിലുള്ള ഇൻകവും ആ ബിസിനസ്സിലുണ്ടാവും. കമ്മീഷൻ കിട്ടാം, ഡിസ്കൗണ്ട് കിട്ടാം, ഇൻസെൻറ്റീവ് കിട്ടാം, ഇങ്ങനെയുള്ള പല ഇൻകവും ആ ബിസിനസ്സിലുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു ഡേയിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രൈമറി ബുക്കാണ് ആക്ച്വലി ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡേ ബുക്കിൽ ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മളെ ബിസിനസ്സിലെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ധാരാളം കസ്റ്റമർ നമ്മളെ ബിസിനസ്സിലേക്ക് വരും. അവർക്ക് ചെറിയ അളവിലായിരിക്കും ഗുഡ്സ് വേണ്ടി വരിക. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള ഗുഡ്സ് നമ്മൾ അവർക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യും, ദാറ്റ് മീൻസ് അവർക്ക് സെയിൽ ചെയ്യും. അതിനിടയിൽ നമ്മൾ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് തന്നെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത പാർട്ടികളുണ്ടാവും. അവർക്ക് നമ്മൾ ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ഒക്കെ നമ്മൾ അവരുടെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ധാരാളം ട്രാൻസാക്ഷൻ നമ്മളെ ബിസിനസ്സിലുണ്ടാവും. ഈ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഡേ ബുക്ക് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കാണ് ലെഡ്ജർ. ആ ലെഡ്ജറിലേക്ക് ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ് നമ്മൾ എടുത്ത് റെക്കോർഡ് ചെയ്യണം. അഥവാ ഡേ ബുക്കിൽ ധാരാളം പർച്ചേസുകൾ ഉണ്ടാവും, ധാരാളം സെയിൽസ് ഉണ്ടാവും, ധാരാളം സാലറി ഉണ്ടാവും, ധാരാളം റെൻ്റ് ഉണ്ടാവും, ധാരാളം മറ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഒരേപോലത്തെ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഡേ ബുക്കിൽ പർച്ചേസുകൾ ധാരാളം ഉണ്ടാവും.
ഈ പർച്ചേസ് എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജറിൽ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഡേ ബുക്കിൽ കുറേ സെയിൽസ് ഉണ്ടാവും. ആ സെയിൽസിനെ എല്ലാം നമ്മൾ ലെഡ്ജറിലെ സെയിൽസ് എന്ന് പറയുന്ന വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതണം. ഡേ ബുക്കിൽ കുറേ സാലറി ഉണ്ടാവും. ആ സാലറി എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ലെഡ്ജറിലെ സാലറി അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം. പല ആൾക്കാർക്കും ഒരു സംശയമാണ് ഈ ഡേ ബുക്കും ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഞാൻ വളരെ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ ഡേ ബുക്കും ലെഡ്ജറും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു കുഞ്ഞു എക്സാമ്പിളിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കൊരു വലിയൊരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റേഷനെ നമുക്ക് എക്സാമ്പിളാക്കി കൊണ്ടുവരാം. ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റേഷനിൽ ഒരു ഫാക്ടറി ഉണ്ടാവും ഒരു സൈഡിൽ. ആ പ്ലാന്റേഷനിൽ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. അനാർ ഉണ്ടാവും, വാട്ടർമെലോൺ ഉണ്ടാവും, മൂസമ്പി ഉണ്ടാവും, അതുപോലെ ഗ്രേപ്പ് ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, പല ടൈപ്പ് പൈനാപ്പിൾ ഉണ്ടാവും, പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുള്ള ഒരു വലിയ പ്ലാന്റേഷനാണ്. ഈ പ്ലാന്റേഷൻ്റെ തൊട്ടടുത്തൊരു ഫാക്ടറി ഉണ്ടാവും. ഈ ഫാക്ടറിയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു ലോറി 2 സ്റ്റാഫിനെയും വെച്ചുകൊണ്ട് ഈ പ്ലാന്റേഷൻ്റെ പല ഏരിയകളിലൂടെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ പഴുത്ത് പാകമായിട്ടുള്ള പല പല ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. ഈ ഓരോ ഫ്രൂട്ടുകളും എന്ത് ചെയ്യും? ഈ ലോറിയിലേക്ക് പഴുത്ത് പാകമായതാണെങ്കിൽ ലോറിയിലുള്ള 2 സ്റ്റാഫ് ഈ പറയുന്ന ലോറിയിലേക്ക് പറിച്ചിടും. അതിൽ വാട്ടർമെലോൺ ഉണ്ടാവാം, മുസമ്പി ഉണ്ടാവാം, ഓറഞ്ച് ഉണ്ടാവാം, പൈനാപ്പിൾ ഉണ്ടാവാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടുകൾ ഉണ്ടാവും. ഓരോ ഫ്രൂട്ടുകളും പഴുത്ത് പാകമായതാണെങ്കിൽ ഈ ലോറിയിലേക്ക് പറിച്ചിടും. ഇതാണ് ഈ 2 സ്റ്റാഫിൻ്റെയും മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നീട് ഈ 2 സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ഈ ലോറി നേരെ നമ്മുടെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ ഫ്രൂട്ടിനും ഓരോരോ ബോക്സ് ആയിരിക്കും. മുസമ്പിക്ക് ഒരു ബോക്സ് ഉണ്ടാവും, വാട്ടർമെലോണിന് ഒരു ബോക്സ് ഉണ്ടാവും, പൈനാപ്പിളിന് വേറെ ബോക്സ് ഉണ്ടാവും, അനാറിന് വേറെ ബോക്സ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ലോറിയിലുള്ള ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൽ ഒരേ തരത്തിലുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് ബോക്സിലേക്ക് മാറ്റും. അനാറെല്ലാം അനാറിൻ്റെ ബോക്സിലേക്ക് മാറ്റും, വാട്ടർമെലോണിൻ്റെ ബോക്സിലേക്ക് മാറ്റും, മുസമ്പിയുടെ ബോക്സിലേക്ക് മാറ്റും. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഫ്രൂട്ടും ഓരോ ബോക്സിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കും. ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ജേർണൽ അല്ലെങ്കിൽ ഡേ ബുക്കും അതുപോലെ നമ്മുടെ ലെഡ്ജറും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഡേ ബുക്ക് അല്ലെങ്കിൽ അതിനെ ജേർണൽ എന്ന് വേണമെങ്കിലും പറയാം. ഡേ ബുക്ക് ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ട്രാൻസാക്ഷൻ നമ്മളെ ബിസിനസ്സിൽ നടക്കുമ്പോൾ അത് നടക്കുന്നതിൻ്റെ ബേസിൽ 1 by 1 ആയിട്ട് നമ്മൾ ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അഥവാ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റേഷനിൽ ലോറിയിലേക്ക് പഴുത്ത് പാകമായ തൻ്റെ കൺമുന്നിൽ കാണുന്ന ഓരോ ഫ്രൂട്ട്സും പഴുത്ത് പാകമായതാണെങ്കിൽ ലോറിയിലേക്ക് പറിച്ചിടുന്നത് പോലെ ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നതിൻ്റെ ബേസിൽ 1 by 1 ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഡേ ബുക്ക് എന്ന് പറയുന്ന ബുക്ക്. പിന്നീട് ഡേ ബുക്കിൽ നിന്ന് പിന്നെ നമ്മൾ ലെഡ്ജർ എടുത്താൽ ആ ലെഡ്ജറിൽ നമ്മൾ ഡേ ബുക്കിലെ ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഡേ ബുക്കിൽ നിന്ന് ലെഡ്ജറിൻ്റെ ഓരോ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റി എഴുതും. അങ്ങനെ മാറ്റി എഴുതുന്നതാണ് ഈ ലെഡ്ജർ ബുക്കിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ലോറി നമ്മളുടെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ലോറിയിലുള്ള ഒരേപോലത്തെ ഫ്രൂട്ടുകളെ നമ്മളുടെ ഓരോ ഫ്രൂട്ടിൻ്റെയും ബോക്സിലേക്ക് നമ്മൾ മാറ്റിയിടുന്നത് പോലെ ഡേ ബുക്കിലെ ഒരേപോലത്തെ ട്രാൻസാക്ഷനെ നമ്മൾ ലെഡ്ജറിലെ ഓരോ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റിയിടുന്നു. ഇതാണ് ശരിക്കും ജേർണലും അല്ലെങ്കിൽ ഡേ ബുക്കും ലെഡ്ജറും. അങ്ങനെ നമ്മൾ ഡേ ബുക്ക് കഴിഞ്ഞ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത ഓരോ ഷീറ്റും നമ്മൾ ഫൈനലി ബാലൻസ് ചെയ്യും. അതിനെയാണ് ലെഡ്ജർ ബാലൻസിങ് എന്ന് പറയുക. അങ്ങനെ ലെഡ്ജർ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഓരോ ലെഡ്ജറിലും നമുക്ക് ബാലൻസ് കാണും. ആ ബാലൻസിനെ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ സ്റ്റെപ്പായ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കും. ട്രയൽ ബാലൻസിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ദെൻ ക്രെഡിറ്റ് ബാലൻസ്. ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ. ഈ ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടുകളും നമ്മൾ 1 by 1 ആയിട്ട് മാറ്റിയിടും. അപ്പോൾ എത്ര അക്കൗണ്ട് ലെഡ്ജറിലുണ്ടോ അത്രയും അക്കൗണ്ട് നമ്മൾ മാറ്റിയിട്ടിട്ട് ഫൈനലി നമ്മൾ ട്രയൽ ബാലൻസിനെ നമ്മൾ ടോട്ടൽ ചെയ്യും. ട്രയൽ ബാലൻസിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ, അഥവാ ഞാൻ പറഞ്ഞ ഫോർമാറ്റ് പ്രകാരം സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ ഡെബിറ്റ് ബാലൻസിലും ക്രെഡിറ്റ് ബാലൻസിലും വന്ന എമൗണ്ട് ഫൈനലി ടോട്ടൽ ചെയ്യുമ്പോൾ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ നാം ഇതുവരെ ചെയ്ത വർക്കെല്ലാം വളരെ പ്രോപ്പറാണെന്നാണ് അർത്ഥം. അഥവാ നമ്മൾ ചെയ്ത ഡേ ബുക്കും നമ്മൾ ചെയ്ത ലെഡ്ജറും ലെഡ്ജർ ബാലൻസ് ചെയ്തതും
കറക്റ്റ് ആണെന്നാണ് ട്രയൽ ബാലൻസ് തുല്യമായാൽ നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളൊരു ബിസിനസ്സിൻ്റെ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ട്രയൽ ബാലൻസിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ ട്രയൽ ബാലൻസിൽ കാണുന്നത് അസറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക എക്സ്പെൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക ലയബിലിറ്റീസ് ആണ്, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക ഇൻകം ആയിരിക്കും. ശരിക്കും ട്രയൽ ബാലൻസിനെ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒരു ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ ആ ട്രയൽ ബാലൻസിൽ എവിടെയാണ് അതിൻ്റെ ഫിഗർ വരിക എന്നുള്ളത് നോക്കാം. അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും ട്രയൽ ബാലൻസിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റലിനും ലയബിലിറ്റീസിനും ഇൻകത്തിനും ട്രയൽ ബാലൻസിൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഇതിനെപ്പോഴും ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളൊരു ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പ്രധാനമായിട്ടും എന്താണ് ഡേ ബുക്ക് എന്നുള്ളതും എന്താണ് ലെഡ്ജർ എന്നുള്ളതും എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതുമാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ഒരു വർക്ക് എടുത്ത് പഠിച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതും ട്രയൽ ബാലൻസിൽ എങ്ങനെയാണ് ഓരോ ഐറ്റംസ് വരിക എന്നുള്ളതും അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ വീഡിയോ കൃത്യമായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ അക്കൗണ്ട്സിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുത്ത് അക്കൗണ്ട്സിനെ നിങ്ങൾക്ക് സിമ്പിളായി കണ്ടുകൊണ്ട് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനും, ഇനി അതല്ല നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലെ അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഈ പറയുന്ന സീരീസ് നിങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്